ഓക്കെ, അപ്പോൾ ഡേ 7 ഓഫ് റമദാൻ റീക്യാപ്പ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് 1 സ്പൂൺ നെയ്യും 1 സ്പൂൺ ഹണിയും കഴിച്ച് 1 ലിറ്റർ വെള്ളം കുടിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് ചോറും ചിക്കൻ ഫ്രൈയും ഡേറ്റ്സും നട്ട്സ് ബദാം ഫിഗ് കഴിച്ചിട്ട് ഖുർആൻ ഊതി എന്നിട്ട് 5:30 സുബഹി നിസ്കരിച്ചിട്ട് 6 കിടന്നുറങ്ങി. 7:15 എഴുന്നേറ്റ് റെഡിയായി വൈഫിനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് തിരിച്ച് ഷോപ്പിൽ വന്ന് അവിടുത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. ലോഹർ അസർ ടൈമിന് വീണ്ടും പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു. 5:30 ഈവനിങ് ആയപ്പോൾ ഡ്രസ്സ് മാറി പള്ളിയിൽ ഇഫ്താറിന് ഫുഡ് വിളമ്പാൻ പോയി. 6:40 ആയപ്പോൾ കഞ്ഞിയും തരിയും ഡേറ്റ്സും കഴിച്ച് നോമ്പ് തുറന്നു, നിസ്കരിച്ചു. എല്ലാവരും കഴിച്ചതിന് ശേഷം ടേബിൾ ക്ലിയർ ചെയ്ത് വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ 7:30. പിന്നെ വേഗം പോയി കുളിച്ച് ഫ്രഷായി കുറച്ച് ചോറും കഴിച്ച് 8:30 പള്ളിയിൽ പോയി ഇഷ ആൻഡ് തറാവീഹ് നിസ്കരിച്ചു. 10:15 തിരിച്ച് വീട്ടിലെത്തി ഡ്രസ്സ് മാറി ക്യാമറ സെറ്റ് ചെയ്ത് വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം കറക്റ്റ് സമയം നോക്കിക്കഴിഞ്ഞാൽ ഷാർപ്പ് 11. ഈ ഒരു സമയത്ത് എൻ്റെ മെയിൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മെയിൻ വർക്കൗട്ട് എന്ന് പറയുമ്പം ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഷോൾഡറും ബാക്ക് വർക്കൗട്ടുമാണ്. 2 എക്സസൈസാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. ഷോൾഡറിന് സീബം റൈസസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ബോഡി ബിൽഡിങ്ങിൻ്റെ തന്നെ ഒരു ലെജൻഡ് എന്നൊക്കെ പറയാം ഈ ഒരു ജനറേഷനിൽ. അപ്പോൾ ആ പുള്ളിയുടെ ഒരു പുള്ളിയുടേതായിട്ടുള്ള ഒരു സ്റ്റൈലിലുള്ള ഒരു റേസ് ഉണ്ട്. അപ്പോൾ അത് ഒരു 40 reps അത് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഗൊറില്ല റോസ് ബാക്ക് വർക്കൗട്ടായിട്ട് ഇതും ഒരു 40 reps ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ ഈ 40 repsൻ്റെ ഇടയിൽ എന്തെങ്കിലും കാരണവശാൽ ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്രേക്കിന് റെസ്റ്റ് എന്ന് പറയുന്ന സാധനം 15 minute വർക്കൗട്ടാണ്. ആ 15 minute നമുക്ക് യാതൊരു റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, കണ്ടിന്യൂസ് വർക്കൗട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ 40 repൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ 20 rep ചെയ്തു, എനിക്ക് അത്രയും 20 കഴിഞ്ഞിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ നേരെ ഞാൻ പ്ലയോ പുഷപ്സ് ചെയ്യും. അതായത് ഇത് കഴിഞ്ഞ് നേരെ പ്ലയോമെട്രിക് ആയിട്ടുള്ള ഒരു എക്സസൈസ് ചൂസ് ചെയ്ത് ആ പ്ലയോമെട്രിക് പുഷപ്സ് ചെയ്യുക. നക്കിൾ പുഷപ്പാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ള അത് കഴിയുമ്പോൾ അതാണ് നമ്മുടെ റെസ്റ്റ്. ഈ പ്ലയോ പുഷപ്പാണ് എൻ്റെ റെസ്റ്റ് എന്നുള്ള ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം നേരെ പോയി എത്ര കൗണ്ടിലാണ് നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും റീകൗണ്ട് ചെയ്ത് ആ 40 റെപ്പിലേക്ക് എത്തിക്കുന്നു. പിന്നെ വീണ്ടും പ്ലയോ പുഷപ്പിലേക്ക് കയറുന്നു. അതിനുശേഷം അടുത്ത ബാക്ക് വർക്കൗട്ടായ ഗൊറില്ല ഇതിലേക്ക് റോയിലേക്ക് കയറുന്നു. അത് ഈ പറഞ്ഞ പോലെ തന്നെ 40 റെപ്പ് കൊണ്ട് തീർക്കുകയാണെങ്കിൽ ഓക്കെ, 40 റെപ്പിൽ തീർന്നില്ലെങ്കിൽ അതിൻ്റെ ഇടയിലും പ്ലയോ പുഷപ്പിലേക്ക് കടക്കും. എന്നിട്ട് എപ്പോഴാണോ അത് തീരുന്നത് അതുവരെ ഇങ്ങനെ മാറി മറിച്ചും ചെയ്യും. അതിനുശേഷം അത് മാക്സിമം 15 minutes കൊണ്ട് ഈ സംഭവം തീർക്കുക. 15 minutesന് മുൻപ് ഇത് തീരുകയാണെങ്കിൽ ഒരു സംഭവം കൂടി ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് ഒരു 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 ബോണസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ എടുക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം 11-2 എന്ന് പറയുമ്പം 11-17 നമ്മുടെ വർക്കൗട്ട് ഫിനിഷ് ചെയ്യണം. ബോണസും കൂടിയും ചെയ്യുകയാണ്. ഇപ്പോൾ 11-3 ആയി. അപ്പോൾ 11-18 മാക്സിമം പോയി കഴിഞ്ഞാൽ 11-20 കൊണ്ട് നിർത്തണം. അപ്പോൾ 11-20 കൊണ്ട് നിർത്തണമെങ്കിൽ, കാരണം ഞാൻ വെയിറ്റ് ഒക്കെ എടുത്ത് വരണമെങ്കിൽ ഏകദേശം ഒരു അങ്ങോട്ടോ കുറച്ച് സെക്കൻഡ്സ് വേസ്റ്റ് ആകുമല്ലോ. 1 സെക്കൻഡ് പോലും വേസ്റ്റ് ആവാനായിട്ട് ഇടവരരുത്. അപ്പോൾ ഞാൻ പോയി വെയിറ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ ഇത് 2.5 kg റിങ്ങിൻ്റെ 2 എണ്ണം, അതായത് 5 kg ആണ്. 5 kg ഡമ്പലാണ്. ഒരു കയ്യിൽ 5 kg വീതം. അപ്പം സീബം റൈസ് ആണ് ആദ്യമേ ചെയ്യാൻ പോകുന്നത്. അത് ഏകദേശം ഇതുപോലെ വരും. ഇങ്ങനെ വരുന്നു, ഇങ്ങനെ നിൽക്കുന്നു, നേരെ റൈസ് ചെയ്യുന്നു താഴോട്ട്. ഇതാണ് സീബം റൈസ്. അതപ്പോൾ അതിൽ നമ്മുടെ ഈ റൊട്ടേറ്റർ കഫിനെ മാക്സിമം ഫോക്കസ് ചെയ്യേണ്ട സംഭവമാണ്. ഇത് മാക്സിമം ഷേപ്പാക്കി എടുക്കാനൊക്കെ ഉള്ള, സ്റ്റിറോയിഡൊക്കെ അടിക്കുന്നവർക്ക് പട്ടായ എന്ന് പറഞ്ഞ സംഭവം ഇതാവും. നമ്മൾ നാറ്റിയാണ്, അതിൻ്റേതായിട്ടുള്ള ഒരു കുറവുണ്ടാവും. എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് ഒരു അത്ലറ്റിക് ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതായി. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യുവാണ്. 40 reps. 1 2 3 പോട്ടെ, അങ്ങോട്ട് പോരെ. അപ്പോൾ അത് ഞാൻ ഇവിടെ കട്ട് ചെയ്തോളാം. നോക്കൊന്നും വേണ്ട, അതൊക്കെ കട്ട് ചെയ്യും. 4 5 6 7 8 9
13, 14, come on, 15, 16, 17, come on, 18, come on, 19, easy, 20. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ കടയിൽ എന്തോ ഒരു പണി നടക്കുന്നുണ്ട്, അതിൻ്റെയാണ് ഇപ്പോൾ ഈ നോയിസ്. 21, 22. റാഗി ഉണ്ടാക്കിയടി. 23. അത് കുഴപ്പമില്ല. 24. മതി, അത് കുഴപ്പമില്ല. 25. കുടിക്കാൻ വേറെ വഴിയില്ലല്ലോ. ഹണി ഇട്ടാ മതി, ഷുഗർ വേണ്ട. 26, 27, 28, come on, 29, come on, 30. ഫ്ലൈയോ എടുക്കേണ്ട വരുമെന്ന് തോന്നുന്നില്ല. അതായത് ഇതിൻ്റെ ഇടയിൽ ഈ 40 റെപ്പ് കഴിയുമ്പോൾ ഞാൻ എന്തായാലും പ്ലൈ പുഷപ്പ് എടുക്കും. ഇനി 10 more, come on. 1, 3, come on, 4, easy, 5, 6, come on, 7, come on, 3 more, 8, come on, 2 more, 9, come on, 1 more, 10. അപ്പോൾ പ്ലയോ ഒരു 10 പ്ലയോമെട്രിക് പുഷപ്പാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ആദ്യമേ എവിടെ വെച്ച് എടുക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ക്യാമറ ആംഗിളൊന്ന് നോക്കിക്കോട്ടെ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇരുന്നത് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്യുന്നത് വേസ്റ്റ് ആയി പോകും. നമ്മൾ 11:18 കൊണ്ട് തീർക്കുവാണ്. ഇപ്പോൾ ഏകദേശം 11:08 ആയി. ഇനി 10 more minutes ആണ് നമുക്കുള്ളത്. അപ്പം 10 പ്ലയോമെട്രിക് പുഷപ്പാണ്, അതും നക്കിൾ പുഷപ്പാണ് എടുക്കുന്നത്. നക്കിളിൽ പുഷപ്പ് ചെയ്യുക, നേരെ പുഷ് ചെയ്യുക, ക്ലാപ്പ് ചെയ്യുക, നക്കിളിൽ തന്നെ വന്ന് വീഴുക. അപ്പം ആ നക്കിൾ കണ്ടീഷനിങ്ങും റിസ്ക് കണ്ടീഷനിങ്ങും ഒരേപോലെ നടക്കും. നല്ല വേദനയായിരിക്കും. ഓക്കെ, കുറച്ച് ഇങ്ങനെ നിൽക്കുക അല്ലേ. ശരി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ആ പരിപാടി അവിടെ കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഷോൾഡർ വർക്കൗട്ട്. ഷോൾഡർ ഇത്രേ ചെയ്യുന്നുള്ളൂ, കാരണം 15 minute വർക്കൗട്ടാണ്. അധികം പുഷ് ചെയ്യുന്നില്ല. അടുത്ത സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗൊറില്ല റോസ് ആണ്. ഗൊറില്ല റോ 10 kg നമ്മൾ ചെയ്യുന്നത്, അത് 5 kg ചെയ്യുന്നത്. അത് 12 kg വേറൊരു ഡമ്പലുണ്ട്. ഇത് 12 kg ഡമ്പല്. ഇതിൽ റോ ചെയ്യാം. നൈസായിട്ട് വേണം. കാല് കുറച്ച് വൈഡാക്കി വെക്കുന്നു. ഗൊറില്ല സ്റ്റാൻസിൽ നിൽക്കുന്നു. 40 reps കണ്ടിന്യൂസ് റോ ചെയ്യാൻ പറ്റുമെങ്കിൽ റോ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കുവാണെങ്കിൽ പ്ലയോ പുഷപ്പിന് റെഡിയാകാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39. Oh, 40, 40. ഇതൊന്ന് വെച്ചോട്ടെ. ജിം എറ്റിക്കറ്റ്, അതായത് എടുക്കുന്ന എവിടെ നിന്നാണോ എടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ കൊണ്ടുപോയി വെക്കുക. അതിപ്പോൾ വീഡിയോയിലാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി. ഓ, തല കറങ്ങുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം. പക്ഷേ അത് സാരമില്ല, അത് നമ്മുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ആകുന്ന ഒരു സൈനായിട്ട് പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. നെഗറ്റീവായിട്ട് ഓരോന്ന് ആലോചിക്കും തോറും നമ്മുടെ ബോഡി അതനുസരിച്ച് അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിലും നല്ലത് തന്നെ പോസിറ്റീവായിട്ട് കാണുവാണെങ്കിൽ ഒരു പ്രശ്നമില്ല. 2 or die, 11, 12, ഏകദേശം 6 more minutes. അപ്പോൾ 10 more plyo push-ups, 10 more plyo. ഓട്ടെ, ഈസി. മിക്കവാറും ബോണസ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബോണസ് കൂടി ചെയ്യാൻ പറ്റണം. 1, 2, ഇങ്ങോട്ട് നിൽക്കാം. 3, 8, 9, 10. അപ്പോൾ അതും ഏകദേശം നടന്നു. 11, 13 എന്ന് പറയുമ്പോൾ ബോണസ് ആയിട്ടൊരു കാര്യം കൂടി ചെയ്യാം. എനിക്ക് അപ്പർ ബോഡി ട്രെയിൻ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് നമ്മുടെ കോറിനും നമ്മുടെ ഇപ്പം ബോക്സേഴ്സും കിക്ക് ബോക്സേഴ്സും മൊത്തമായി ഉള്ളവരെല്ലാവരും റെസ്ലേഴ്സ് എല്ലാം കൂടുതലും ചെയ്യുന്ന ഒരു ട്രെയിനിങ് സംഭവമാണ്. അതിൻ്റെ പേരും സംഭവമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, എന്തെങ്കിലും ഒരു പേര് കാണും. ഞാനത് ഈ ഖബീബ് നുർമാഗോമഡോവ് റെസ്ലർ അല്ലെങ്കിൽ ഈ ഡാഗസ്താനി ഫൈറ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോയിൽ അവർ ചെയ്യുന്ന അതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തെടുത്ത സംഭവം. പക്ഷേ സംഭവം കൊള്ളാം. നമ്മുടെ ഷോൾഡറിൻ്റെ മൊബിലിറ്റിയും അതുപോലെ തന്നെ ഈ കോർ മൊബിലിറ്റി, ഹിപ്പ് മൊബിലിറ്റി എല്ലാം ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആകാൻ പറ്റിയ ഒരു സംഭവമാണ്. ഇതിൻ്റെ പേരറിയാവുന്നവർ പറ്റിയാൽ കമൻറ്റ് ചെയ്യുക. ഇത് തപ്പിക്കൊണ്ടൊന്നും ഞാൻ നിൽക്കുന്നില്ല. ഓക്കെ, എൻ്റെ റൈറ്റ് ലെഗ് ഞാൻ ഫ്രണ്ടിലേക്ക് വെക്കുന്നു, ലെഫ്റ്റ് ലെഗ് ബാക്കിൽ വെക്കുന്നു. എന്നിട്ട് 25 reps. ഇപ്പോൾ സമയത്തിറങ്ങി നോക്കോട്ടെ. കുഴപ്പമില്ല. 11, 15, 3 more minutes. 3 minutes ഇത് ചെയ്ത് തീർക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. അയ്യോ. എന്നിട്ട് ഈ സെയിം സാധനം തന്നെ 25 reps നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യുന്നു. റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ, ലെഫ്റ്റ് ലെഗ് ബാക്കിൽ. 1, സൗത്ത് പോസ്റ്റ് സ്റ്റാൻസ്. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130,
24, 25. 25 റഫ് മതി. ഇതിപ്പം 15 മിനിറ്റ്സിന് എനിക്ക് തോന്നുന്നൊരു 1 മിനിറ്റ് എനിക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 2 മിനിറ്റ്സ് 11:16 ആയിട്ടുള്ളൂ, 11:18 വരെ. എന്നാലും സാരമില്ല, ഞാനങ്ങ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം അതിന് പകരമായിട്ട് ഒരു ചെറിയൊരു വാം ഡൗൺ സെഷൻ പോലെ ഒന്ന് ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ, ലെഫ്റ്റ് റൈറ്റ്, rotation, opposite, ayyo, shoulder roll, opposite, deltoid rotation, opposite, full rotation, opposite, lift up and down, and the wrist up and down, sideways, rotation, opposite, tricep stretch, opposite, വീണ്ടും tricep stretch, opposite, bicep stretch, opposite, വീണ്ടും opposite, അതിനുശേഷം വീണ്ടും ഷോൾഡർ സ്ട്രെച്ച് ഇതുപോലെ ഇങ്ങനെ ലോക്ക് ചെയ്യുക, ഓപ്പോസിറ്റ്, ആയി വാ 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 ആയി വാ. കാൽ രണ്ടും അടുപ്പിച്ച് വെച്ചിട്ട് വീണ്ടും റൊട്ടേഷൻ, ഓപ്പോസിറ്റ്, കാൽ രണ്ടും അകത്തി വെച്ചിട്ട് വീണ്ടും റൊട്ടേഷൻ, opposite, sideways, and done. അപ്പോൾ ഇന്നത്തെ പരിപാടി തീർന്നിരിക്കുകയാണ്. ഇതാണ് അപ്പോൾ ഇന്നത്തെ ട്രെയിനിങ് സെഷൻ. അപ്പോൾ നാളെ ഇതുപോലെ തന്നെ ഈ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക, ഈ സെയിം റൂട്ടീനിലൂടെ പോവുക. 10:15 10:30 അല്ലെങ്കിൽ 11 ഒക്കെ ആകുമ്പോൾ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നാളത്തെ ട്രെയിനിങ് സെഷൻ എന്ന് പറയുന്നത് ലെഗാണ്. ലെഗ് ഡേക്ക് പുതിയ 2 വർക്കൗട്ടുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം അത് തന്നെ സംഭവം. ഗുഡ് നൈറ്റ്. ബാക്കി നാളെ ഇൻഷാ അല്ലാഹ്.